നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് 9 വർഷമായി ഭരിക്കുന്ന ജനവിരുദ്ധ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി ഇത് മാറും. ജനങ്ങൾ ഇന്ന് കേരളത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ വീഴ്ചകളുടെ കാരണങ്ങൾ പരിശോധിച്ച് അത് പരിഹരിച്ചുകൊണ്ട് ഏകകണ്ഠമായിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റ മനസ്സോടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ നാളെ മുതൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് തന്നെ ഉണ്ടാകും. UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അൻവറോട് സംസാരിച്ചു, മറ്റ് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്ത് മുന്നണിയിലേക്കൊരു ഘടകകക്ഷി എടുക്കുമ്പോൾ അതിൻ്റേതായ ചില ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അതൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. ഡൽഹിയുടെ അനുവാദം തേടണം, മറ്റ് ഘടകകക്ഷിയോട് സംസാരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് അല്പം ഡിലേ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി വൈകാതെ ശുഭകരമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളെല്ലാവരും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ എന്നത്തെയും സമീപനം. ആ സമീപനം അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കേരളത്തിലെ ജനങ്ങളെ വാചകം പറയുന്നുണ്ട്. അത് അവസാന വാക്കാണ്, അത് എൻ്റെ വാക്കല്ല, അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും തീരുമാനമാണ്. 2 വാചകങ്ങളിൽ പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിനും ഒരു അനൗചിത്യമുണ്ട്. അവസാന വാചകം പറഞ്ഞു, ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. നമുക്ക് അല്ല, അത് വേണ്ട, അത് ആ പറഞ്ഞത് തന്നെ. മനസ്സിലാകാത്തോണ്ടായിരിക്കുമോ? ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചെയ്യുന്നത്. 2 സെന്റൻസിൽ തങ്ങൾക്ക് പറയാനുള്ളത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രതികരിക്കേണ്ടത് അൻവറാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല വീണ്ടും തുടരും. അല്ല, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. അത് രമ്യമായി പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും, അതാ ഞാൻ പറഞ്ഞേ, ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അല്ല, അതുകൊണ്ട് ഏതായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് ഈ കേരള ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിനാണ് മുൻതൂക്കം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു സ്വരവുമില്ല. ഞങ്ങൾ 2 പേരുടെ സ്വരം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെയും എൻ്റെയും സ്വരം ഒന്ന് തന്നെയാണ്. 2 പേരുടെയും അഭിപ്രായം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലൊന്നും ഒരു അഭിപ്രായം. അങ്ങനെയൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, അന്ന് UDF യോഗം കൂടി പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി. അതിൻ്റെ കാരണം എല്ലാ ഘടകകക്ഷികളോടും സംസാരിക്കണം, അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ സംസാരിക്കണം. കാരണം അദ്ദേഹം ഒരു നാഷണൽ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ അതിന് ദേശീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ അനുവാദം വാങ്ങണം.
അങ്ങനെയുള്ള ചില ഫോർമാലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇതിനല്പം കാലതാമസം ഉണ്ടായത് എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അല്ലാണ്ട് അതിനകത്ത് പ്രതിപക്ഷ നേതാവ് വ്യക്തിപരമായി ഒരു നിഷ്ഠക്കേടും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതിൻ്റേതായ ഒരു കാലതാമസം ഉണ്ടാകും സ്വാഭാവികമായി. അതിപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ചില കാര്യങ്ങളിൽ അങ്ങനെ കാലതാമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വി ഡി സതീശനെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കുക, അല്ലാണ്ട് നമ്മൾ എഴുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല ആവശ്യം. രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കെ സി വേണുഗോപാലുമായി സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിലുള്ള നേതാവാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അതൊന്നും കാര്യമില്ല. കേരളത്തിലെ നേതാവ് തന്നെയല്ലേ കെ സി വേണുഗോപാൽ, അതിൽ തെറ്റൊന്നുമില്ല. ആ സ്ഥാനാർത്ഥി തന്നെ മോശമാണ്, അദ്ദേഹത്തിന് തന്നെ ഒരു കരിനിഴൽ നിൽക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അൻവർ നടത്തും, അദ്ദേഹം തിരുത്തേണ്ടതല്ലേ? അല്ല, വരട്ടെ. അത് അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2-3 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ വരുന്ന